സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ കൊള്ളയും രാഷ്ട്രീയ അതിപ്രസരവും കടന്നുവന്നിരിക്കുന്നത് ഗൗരവമേറിയ പ്രശ്നമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ ബി.ജെ.പി. ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ. സുരേന്ദ്രൻ. കണ്ണൂരിൽ എ.ഡി.എം. ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസ് തേച്ചുമാച്ചു കളയാൻ ശ്രമിക്കുന്നതുപോലെയാണ് കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് മുഴുവൻ നടന്ന സഹകരണ കൊള്ളയുടെ മറ്റൊരു പതിപ്പാണ് കട്ടപ്പനയിലേതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. കട്ടപ്പനയിൽ ഒരു പാവപ്പെട്ട നിക്ഷേപകൻ തന്റെ സമ്പാദ്യമെല്ലാം എടുത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ പേരിൽ ആ സഹകരണ ബാങ്കിന്റെ മുമ്പിൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി. പക്ഷേ കേസ് അന്വേഷിക്കുന്ന പോലീസ് പ്രശ്നത്തിൽ ഉൾപ്പെട്ടത് ഉന്നതരായിട്ടുള്ള CPM നേതാക്കളായതുകൊണ്ട് ആ കേസ് അന്വേഷണം അട്ടിമറിക്കും. മാത്രമല്ല, ആ സഹകരണ സ്ഥാപനം നിറയെ കൊള്ളയാണ്. അവിടെ നിക്ഷേപിക്കുന്ന പണം വകമാറ്റി ചെലവഴിക്കും. നാം തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂരിലും തൃശ്ശൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലും എല്ലാം കണ്ട അതേ അഴിമതി തന്നെയാണ് CPM നിയന്ത്രണത്തിലുള്ള കട്ടപ്പനയിലെ ബാങ്കിലും നാം കണ്ടത്. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ കേന്ദ്രം നിയമം കൊണ്ടുവന്നപ്പോൾ സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷത്തുള്ളവർ എതിർക്കുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ ശക്തമായ പ്രചാരണവും സമരവുമായി മുന്നോട്ടു പോകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന് വലിയ തോതിലുള്ള കേന്ദ്ര സഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റയടിക്ക് 405 കോടിയുടെ സഹായം ലഭിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തതാണ് കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാൻ കാലതാമസം നേരിട്ടതെന്നും ലഭിച്ച സഹായം ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനപ്പെട്ട സർവകലാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവിടെയെല്ലാം വിദ്യാഭ്യാസത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള 405 കോടി രൂപയുടെ ധനസഹായം ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിരിക്കും. സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കേന്ദ്ര സർക്കാരും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഒറ്റയടിക്ക് ഇത്രയധികം തുക ഒരുമിച്ച് നൽകിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. എന്തായാലും കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള സഹായമാണ് കേരളത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിനെ മാതൃകാപരമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ പിന്നിൽ മാത്രമല്ല, വിജയരാഘവന്റെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണുള്ളത്. മാറി മാറി വരുന്ന LDFും UDFും വർഗീയ ശക്തികളെ പിന്തുണയ്ക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണ് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ലല്ലോ. എന്താ ഇപ്പോൾ ഒരു വെളിപാട് വിജയരാഘവന് തോന്നാൻ കാരണം? ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. വർഗീയ ശക്തികളാണ് അവരുടെ ആകെയുള്ള കൈമുതൽ. വിജയരാഘവന്റെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടും PDPയുമായിട്ടും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടും അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി LDFും UDFും അവരവരുടെ സൗകര്യം അനുസരിച്ച് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് പ്രചാരണം നടത്തുക. വിജയരാഘവൻ ഇങ്ങനെ ഒരു വെടിയിപ്പ് പൊട്ടിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ജനപിന്തുണ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായി. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ വെടികൾ പൊട്ടിക്കും. തൃശൂർ ജില്ലയെ 3ആയി വിഭജിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായും സംസ്ഥാനത്ത് BJPക്ക് ഇനി 30 ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, KR ഹരി, ജസ്റ്റിൻ ജേക്കബ് എന്നിവരും പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ.